മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവർ ഓണമൊക്കെ അടിപൊളിയായിട്ട് കളറായിട്ട് ആഘോഷിക്കുന്നു കേട്ടോ. അതിനുശേഷം മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ശരി വാമദേവന് ഒരു പണി കൊടുക്കണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് വേണോ എന്നിങ്ങനെ ചോദിക്കണം. തീർച്ചയായും വേണം. ചിത കത്തിക്കുന്നതേ നോക്കി നിന്ന് പൊട്ടിച്ചിരിച്ചവരാണ്. അവർക്കിട്ട് പണി കൊടുക്കണം എന്ന് കണ്ണം പറയുകയാണ്. അതിനുശേഷം ശരിയെന്ന് മഹാലക്ഷ്മി സമ്മതിക്കുകയാണ്. പിന്നീട് വാമദേവൻ്റെ അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. പുലികളിയും എല്ലാമായിട്ട് ഇങ്ങനെ വരികയാണ്. മാർക്കോയും അനന്തവും കാറിലിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മിയെയും അവരുടെ കൂടെ കൂട്ടുകയാണ് കേട്ടോ. അവരുടെ കൂടെ കൂട്ടിയിട്ട് വാമദേവൻ പെട്ടെന്ന് തന്നെ ഇതെന്താ ഒരു ഓണാഘോഷ പരിപാടിയാണല്ലോ പറഞ്ഞിട്ട് പെട്ടെന്ന് വാതിൽ തുറക്കണം കേട്ടോ. വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും പുലി കളിക്കുകയാണ് കേട്ടോ. അതേസമയം ഒരു സാരി എടുത്തിട്ട് ഒരു പെണ്ണിനെ പോലെ കാണുന്നുണ്ട്. അതെന്താ ആണുങ്ങളുടെ കൂടെ ഒരു പെണ്ണുണ്ടാവുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് വാമദേവൻ. സീമന്തിനെയാണെങ്കിൽ കാണുന്നതും ഇല്ല കേട്ടോ. അതേസമയം വാമദേവൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയുടെ മുഖം ഇങ്ങനെ കാണുക കേട്ടോ. പൊട്ടിച്ചിരിക്കണം മഹാലക്ഷ്മി ഇങ്ങനെ മുടിയൊക്കെ പാറിപ്പറന്ന് ശരിക്കും പ്രേതം പോലെയുള്ള മഹാലക്ഷ്മിയാണ്. വാമദേവൻ അത് കാണുന്നതേ ഓർമ്മയുള്ളൂ വാമദേവന് ആകെ ബോധം കെട്ട് വീഴുകയാണ് കേട്ടോ. മഹാലക്ഷ്മി ശരിക്കും കാണുകയാണ് പ്രേതമായിട്ട്. ഈ പുലികളിൻ്റെ കൂടെ തന്നെ മഹാലക്ഷ്മി ഉണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ബോധം തെളിഞ്ഞെണിക്കാനുള്ള സമയമൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും അനന്തവും മാർക്കോയും കൂടിയിട്ട് കാറിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ദുർഗയും കരുണയും ആകെ പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പല പല ശബ്ദങ്ങൾ അവർ കേൾക്കുകയാണ്. ശബ്ദങ്ങൾ കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുന്നുണ്ട്. ദുർഗയുടെ കൂടെയാണ് കരുണ കിടക്കുന്നത്. കരുണയ്ക്കും ആകെ പേടിയായി. ഇനി ഞാൻ മാത്രമേ കാണാനുള്ളൂ, അവൾ എന്നെ എന്തായാലും വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട് അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ, അവളെ കൊല്ലണ്ടായിരുന്നു, അവൾ ജീവിച്ചിരിക്കുന്നതായിരുന്നു നല്ലത് നമുക്ക് എന്നിങ്ങനെ ദുർഗ കരുണയോട് പറയുകയാണ്. അതേസമയം രണ്ടുപേരും പുറത്ത് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയും എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്നുണ്ട്, അമ്മയുടെ കൂടെ ഇരിക്കണം എന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എല്ലാ പ്രാവശ്യവും ഓണത്തിന് അമ്മയുടെ അവിടെ ഇരുന്ന് നമ്മുടെ പുതിയ ഓണമല്ലേ ഏതായാലും അവിടെ കഴിയേണ്ടതായിരുന്നു എന്നിങ്ങനെ കണ്ണം പറയാണ്. അതേപോലെ ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ വിളിച്ചിട്ട് അമ്മയോട് ചോദിക്കുക, അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് ചോദിക്കുക. അതിനുശേഷം നിനക്ക് പോകണം എന്നുണ്ടെങ്കിൽ മാർക്കോ നിന്നെ കൊണ്ടുപോയി ആക്കും എന്നിങ്ങനെ കണ്ണം പറയണം കേട്ടോ. മോഹിനിയെ ഫോൺ വിളിക്കണം. മഹാലക്ഷ്മി രാത്രിയായ സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളെ ഇവിടെയുള്ള എല്ലാവരും നേരത്തെ തന്നെ റൂം അടച്ച് കയറിയിരിക്കുകയാണ്. അമ്മയും മോനും പേടിച്ച് വിരളി പൂട്ടിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരൊന്ന് നേരത്തെ കടന്നുപോയി, ഇനി അവർ ഒരു കാരണവശാലും പുറത്ത് വരില്ല എന്നിങ്ങനെ പറയണം. എന്നാൽ ഞാൻ ദപ്പ വന്നു എന്നിങ്ങനെ പറയണം. പിന്നീട് മാർക്കോ മഹാലക്ഷ്മിയെ കൊണ്ടുപോയി ആക്കുകയാണ് കേട്ടോ. മാർക്കോ മഹാലക്ഷ്മിയെ കൊണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനു മുമ്പ് തന്നെ സൗണ്ട് കേൾക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുകയാണ്. മുത്തശ്ശിയും പ്രതാപനും കൂടിയിട്ട് ചില്ലൊക്കെ പൊട്ടി വീണ പോലെ ശബ്ദം കേൾക്കുന്നുണ്ടോ. ഇവരുടെ മനസ്സിലാകെ പേടിയാണ്. എന്താ പ്രതാപ, എന്താ അവൾ വന്നോ, അവൾ ജനൽപ്പഴുതിലൂടെ എങ്ങോട്ടേക്ക് വരുമോ പ്രതാപ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര പേടിയോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മഹാലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സമ്മാനങ്ങളും പൊതികളൊക്കെ ആയിട്ട് വരികയാണ്. സാരിയൊക്കെ മാറി കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. മഹാലക്ഷ്മി നല്ല പുതിയ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അമ്മയ്ക്ക് മോളെ കണ്ടതും ഭയങ്കര സന്തോഷമാകണം. ആ മോളെ ഇവിടെയുള്ളവരെല്ലാം നേരത്തെ കിടന്നുറങ്ങി എന്നിങ്ങനെ പറയുകയാണ്. അതേപോലെ മഹാലക്ഷ്മിക്ക് പുതിയ കമ്മലൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ. ആ കമ്മലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. മഹാലക്ഷ്മി നല്ല സുന്ദരിയായിട്ടുണ്ടാകും കേട്ടോ. മോഹിനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ മഹാലക്ഷ്മിക്ക് ഭക്ഷണങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടിയിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ. അവർ ശബ്ദങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കുകയാണ് കേട്ടോ. മോഹിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മഹാലക്ഷ്മി കൂടെ തന്നെ നിൽക്കുകയാണല്ലോ. എന്താടി ഇവിടെ ഒരു കുശുകുശിപ്പ്, എന്താ ഇവിടെ എന്തോ ഉണ്ടല്ലോ, എന്താടി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് മോഹിനി മഹാലക്ഷ്മിയുടെ ഫ്രണ്ടിൽ മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതെന്താടി ഇങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞിട്ട് മോഹിനി ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ സൈഡ് ചേർന്ന് നിൽക്കുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ. പക്ഷേ മഹാലക്ഷ്മിക്ക് പേടിച്ചിട്ടുണ്ടാവും, മോഹിനിയും പേടിച്ചിട്ടുണ്ടാവും. എന്തായാലും ശരി മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും ഇതാരാടി നിൻ്റെ മോളലടി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. എൻ്റെ മോളോ ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ മോഹിനി പറയണം കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും മഹാലക്ഷ്മി ഇങ്ങനെ കാണും. പക്ഷെ അവർ മഹാലക്ഷ്മിയുടെ പ്രേതമാണ് എന്ന് പറഞ്ഞിട്ട് ജീവനും കൊണ്ട് ഓടുകയാണ് കേട്ടോ. ഇനി റൂമിൽ കയറി വാതിലടക്കുകയാണ്. ഈ വീട്ടിലും കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സ്ഥിതിയിൽ അമ്മയും മോനും കയറി വാതിലടക്കുകയാണെന്ന്.